ചോറിവിടെയും കൂറവിടെയും എന്നൊരു പ്രയോഗം കേട്ടിട്ടുണ്ടോ? ഒരു പഴയ പ്രയോഗമാണ്. മറ്റൊരു കാര്യം പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് വരാം. ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് അപകടത്തിൽ നമ്മുടെ ഒരു ധീരനായ പൈലറ്റിനെ നമുക്ക് നഷ്ടപ്പെട്ടപ്പോഴും അതിന്റെ ദുഃഖത്തിൽ നിന്ന് രാജ്യം കരകയറുന്നതിന് മുൻപേ തന്നെ രാജ്യത്തെയും രാജ്യസ്നേഹികളെയും വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു മേൽ പറഞ്ഞതുപോലെയുള്ള ഒരു കൂട്ടം ആളുകൾ. അങ്ങനെയുള്ള ചില ആളുകളെ അസ്വസ്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്നും പറയാനുള്ളത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് യുദ്ധവിമാനത്തിനുണ്ടായ ദാരുണമായ സംഭവത്തെ തുടർന്ന് തേജസ് യുദ്ധവിമാനത്തിന് ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് കളിയാക്കിയ ഒട്ടേറെ പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ചുട്ട മറുപടി കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വലിയ വാർത്ത പുറത്തേക്ക് വരുന്നത്. തേജസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുത്തനെ ഉയർത്തുന്നതിന് വേണ്ടി വമ്പൻ നീക്കങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ. 2025 ഡിസംബർ പകുതിയോടെ HAL വേണ്ടി അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക് F404IN20 എഞ്ചിൻ വിതരണം ചെയ്യാൻ തീരുമാനമായി കഴിഞ്ഞു എന്ന വലിയ വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ നീക്കം തേജസ് യുദ്ധവിമാനത്തിന്റെ നിർമ്മാണ പ്രക്രിയയെ വേഗത്തിലാക്കുന്നതിന് സഹായിക്കുമെന്നുള്ളതാണ്. കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ 2025 വിതരണം ചെയ്ത മൊത്തം എഞ്ചിനുകളുടെ എണ്ണം 12 ഉയർത്തുമെന്നാണ് വിതരണ ശൃംഖലയുമായി അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2025 എഞ്ചിൻ ഡെലിവറികൾ ക്രമാനുഗതമായി മെച്ചപ്പെട്ടു എന്ന് തന്നെ എടുത്തു പറയണം. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മാർച്ചിൽ ആദ്യത്തെ F404 എഞ്ചിൻ എത്തിയത്. തുടർന്ന് ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ മാസങ്ങളിൽ മറ്റ് യൂണിറ്റുകളും എത്തി. അമേരിക്കയിൽ നിന്നും ഒരു എഞ്ചിൻ വന്നാൽ നേരെ അതെടുത്ത് നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കുകയൊന്നുമല്ല കേട്ടോ. ഓരോ എഞ്ചിനും യുദ്ധവിമാനങ്ങളിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് സമഗ്രമായ കസ്റ്റംസ് ക്ലിയറൻസ്, അതുപോലെ തന്നെ ഗുണനിലവാര ഉറപ്പ്, ഇന്റഗ്രേഷൻ പ്രോട്ടോകോളുകൾ എന്നിവയ്ക്ക് വിധേയമാക്കും. ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമായ ഉയർന്ന വിശ്വാസ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഇനി വരാനിരിക്കുന്ന എഞ്ചിൻ നേരത്തെ വന്നുകൊണ്ടിരുന്ന തരത്തിലുള്ളതല്ല. പ്രവർത്തന ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്ത നൂതന സാങ്കേതിക മെച്ചപ്പെടുത്തലുകൾ F404IN20 എഞ്ചിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡുകൾ, ഉയർന്ന ഫ്ലോ ഫാനുകൾ, ഇന്ത്യയുടെ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലെ വെല്ലുവിളി നിറഞ്ഞ ചൂടുള്ളതും വളരെ ഉയരത്തിലുള്ളതുമായ പരിതസ്ഥിതികൾക്കായി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് US ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾ ഉൾപ്പെടെയുള്ള തന്ത്രപരമായ നയതന്ത്ര ശ്രമങ്ങൾ GEയുടെ വിതരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിൽ നിർണായകമായി എന്നു തന്നെ പറയണം. 2025 12 എഞ്ചിനുകളുടെ വിതരണം ഉറപ്പാക്കാൻ ഈ ഇടപെടൽ സഹായിച്ചു എന്നതാണ്. 2025 12 എഞ്ചിനുകളാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ അത് 2026 ആകുമ്പോഴേക്കും 20 എഞ്ചിൻ എന്നുള്ള തരത്തിലേക്ക് എത്തും. അത് 2027 ആകുമ്പോഴോ 4 കൂടി 24 എഞ്ചിനുകൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഉയരുമെന്നതാണ്. പ്രതിവർഷം 16 മുതൽ 24 വരെ തേജസ് ജെറ്റുകൾ നിർമ്മിക്കും. പഴകിയ MiG-21 ബൈസൺ വിമാനങ്ങൾ നമ്മുടെ തേജസ് മാറ്റി സ്ഥാപിക്കും. 2035 ആകുമ്പോഴേക്കും IAFന്റെ സ്ക്വാഡ്രൺ ശക്തി 42 വികസിപ്പിക്കുക എന്നാണ് HALന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്ന എഞ്ചിനുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കേണ്ടതായുണ്ട്. ഇതൊന്നും വെറുതെ വാക്കാൽ പറയുന്നതല്ല കേട്ടോ. കൃത്യമായ രേഖകൾ ഇതിനൊക്കെ പിന്നിലുണ്ട്. അടുത്തിടെ 2025 നവംബർ 7-ന് 113 അധിക F404 എഞ്ചിനുകൾ വാങ്ങുന്നതിനായി ഏകദേശം 9,000 കോടി വിലമതിക്കുന്ന ഒരു കരാറാണ് രാജ്യം ഒപ്പുവെച്ചത്. വെറുതെ എഞ്ചിനുകൾ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. അതിന്റെ സാങ്കേതിക വശം കൂടി നമുക്ക് ലഭിക്കണം, എങ്കിലേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ 80% സാങ്കേതിക കൈമാറ്റ നിരക്കിൽ തദ്ദേശീയമായി നിർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന F414 എഞ്ചിനുകൾ തേജസ് MK2 AMCA പോലെയുള്ള നൂതന പ്ലാറ്റ്ഫോമുകളെ സഹായിക്കുമെന്നതാണ് വിലയിരുത്തുന്നത്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ വിദേശ ഇറക്കുമതികളെ ആശ്രയിക്കുന്നത് 20% താഴെ മാത്രമാകുമെന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം.